സാറേ, ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ കുട്ടികളുടെ അടക്കം യുവാക്കളുടെ അങ്ങനെ എല്ലാവരുടെയും തന്നെ മുടി കൊഴിയുന്നു, കഷണ്ടിയായി പോകുന്നു. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ വാർത്ത കേൾക്കുന്നത്. എന്തായിരിക്കും സംഭവം? അത് ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും അവിടെ വന്ന് താവളം അടിച്ചിട്ടുണ്ട്. കാരണം എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തസാമ്പിള്, മൂത്രസാമ്പിള്, അങ്ങനെ പല സാമ്പിളും ഒക്കെ ശേഖരിക്കുന്നൊക്കെ ഉണ്ട്. ഇത് മഹാരാഷ്ട്രയിൽ ബുൽധാനയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ ബോൺഗാവ് എന്ന് പറയുന്ന ഗ്രാമത്തിനെയാണ് ഇതിങ്ങനെ ഗ്രസിച്ചിരിക്കുന്നത്. എല്ലാവരെയും കഷണ്ടി ബാധിക്കുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെ. അപ്പോൾ അവിടെ ഇതൊരു മെഡിക്കൽ മിസ്റ്ററി ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ദുരൂഹത അല്ലേ? അതെ, മെഡിക്കൽ മിസ്റ്ററി ആയിട്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, പിന്നെ ഒരു ആശുപത്രി ഭവാസ്കർ ഹോസ്പിറ്റൽ റിസർച്ച് സെൻറ്റർ, ഇതിൻ്റെയൊക്കെ ആളുകൾ, ഇവിടെ നിന്നുള്ള ഡോക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ ഒക്കെ ഈ ഗ്രാമത്തിൽ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. ആദ്യം അകാരണമായിട്ട് മുടി ചെറുതായിട്ട് കൊഴിയുക, തലയോട്ടിയിൽ പാടുകൾ വരിക, നഖത്തിൻ്റെ ഉള്ളിൽ കറുത്ത പാടുകൾ വരിക, കാഴ്ച കുറവുണ്ടാവുക, ഭാരം കുറയുക. കുറച്ച് കഴിയുമ്പോൾ, ഈ ജനുവരിയിൽ തുടങ്ങിയതാണിത്, ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ്. അങ്ങനെ സകല തരം സാമ്പിളുകളും അവിടുന്ന് ശേഖരിച്ചു കഴിഞ്ഞു. മണ്ണ്, വെള്ളം, രക്തം, മൂത്രം, എന്തൊക്കെ സാമ്പിളുകൾ ശേഖരിക്കാമോ അതൊക്കെ ശേഖരിച്ചു. അപ്പോൾ ജനുവരിയിലാണ് കൂട്ടത്തോടെ ഇങ്ങനെ മുടി കൊഴിയാനായിട്ട് തുടങ്ങിയത്. ഇപ്പം ആ ഗ്രാമത്തിലെ 500-600 പേരോളം കഷണ്ടിയായിട്ടുണ്ട്. യുവാക്കള്, വൃദ്ധര്, സ്ത്രീകള്. ബുൽദാന ജില്ലയിലെ 18 ഗ്രാമങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട്. ആ ജില്ലയിലെ 18 ഗ്രാമങ്ങൾ. ഏറ്റവും കൂടുതൽ ബോൺഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആ ഗ്രാമത്തിലും 17 അടുത്ത ഗ്രാമങ്ങളിലുമാണ് ഈ പ്രശ്നം. വെള്ളമാണോ, വൈറസാണോ? ഇനി സെലീനിയം ഓവർ ഡോസ്, ഗോതമ്പിൽ, റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത ഗോതമ്പിലെ സെലീനിയം ഓവർ ഡോസ് ആണോ എന്ന് ഈ ഭവാസ്കർ ആശുപത്രി, അവിടെ നിന്നുള്ള ഗവേഷണ വിഭാഗത്തിന് സംശയമുണ്ട്. അപ്പോൾ ചില യുവാക്കൾക്ക് മുടി വളരുകയും ചെയ്തിട്ടുണ്ട്, കുറേശ്ശെ വളർന്നു വരുന്നുണ്ട്. വൃദ്ധർക്ക് പതുക്കെ വളരുന്നുണ്ട് ഈ ഒരുപാട് കൊഴിഞ്ഞ ശേഷം. അപ്പോൾ ബോൺഗാവ്, ഹിംഗ്വ, കൽനാട് തുടങ്ങിയ ഗ്രാമങ്ങളിൽ ഈ മുടി കൊഴിയുന്നതിൻ്റെ, കഷണ്ടി എല്ലാവരെയും ബാധിക്കുന്നതിൻ്റെ 2ാമത്തെ തരംഗമാണിപ്പോൾ. കോവിഡ് വന്നില്ലേ, അതുപോലെ 2, 3 തുടങ്ങി. അങ്ങനെ 2ാമത് ഇപ്പോൾ ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു പയ്യൻ, 11 വയസ്സുള്ള പയ്യൻ, സുരേഷ് ദിഗംബർ, അയാൾ വിരാട് കോഹ്ലിയുടെ ആരാധകനാണ് ഈ പയ്യൻ. അവനൊരു ദിവസം മൈതാനത്ത് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വന്നിട്ട് ഈ തൊപ്പി ഊരി കഴിഞ്ഞപ്പോൾ ആ തൊപ്പിയിൽ നിറച്ചും മുടി. ഇങ്ങനെ തൊപ്പി ഊരിയപ്പോൾ തൊപ്പിയിൽ നിറച്ചും മുടി. അമ്മ ഈ ഒറ്റ അടി വെച്ചു കൊടുത്തു ഇവന്. എന്നിട്ട് അവര് പറഞ്ഞു, നീ ഈ കോഹ്ലിയെ അനുകരിച്ചിട്ട് അതുപോലെ മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജെല്ല് പുരട്ടിയതിൻ്റെ പ്രശ്നമാണിത്. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ജെല്ല് അങ്ങനെ പുരട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അടി വെച്ച് കൊടുത്താണ്. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ മുടിയിൽ വിരലോടിച്ചപ്പോൾ ബാക്കിയുള്ള മുടിയും കൂടി ഇവരുടെ വിരലുകളിൽ വന്നു. ഈ 11 വയസ്സുള്ള പയ്യൻ്റെ അങ്ങനെ മൊത്തം മുടി പോയി. ജനുവരി 2-ാം തീയതി ഒരു കുടുംബത്തിലെ 3 സ്ത്രീകൾക്ക് മുടി കൊഴിഞ്ഞുകൊണ്ടാണ് ഇത് ദൃശ്യമായത്. രത്ന 32 വയസ്സ്, വൈഷ്ണവി 14 വയസ്സ്, പ്രിയ വിനായക് 7 വയസ്സ്. ഇങ്ങനെ ജില്ലാ ആശുപത്രി ഡോക്ടർമാർ പറഞ്ഞു ഇത് ഷാമ്പു കാരണമായിരിക്കാം എന്ന് പറഞ്ഞു. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് 35 പേർക്ക് വന്നു. 18 ഗ്രാമങ്ങളിൽ ആദ്യം 400 പേർക്ക് വന്നു, പിന്നെ അത് 600 പേരിലേക്കൊക്കെ പടർന്നു. കോവിഡിന് ശേഷം ഈ ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഭയപ്പാട്
ആണ് ഇപ്പോൾ ഉള്ളത്. ഗ്രാമം ഒരു പരീക്ഷണശാല, ലാബ് ആയി മാറിയിരിക്കുകയാണ്. വൈറസ് വഴി കഷണ്ടി വരുമോ എന്നുള്ള സംശയമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ബവാസ്കർ ഹോസ്പിറ്റൽ റിസർച്ച് സെൻറ്റർ, അതിൻ്റെ ഉടമ ഡോക്ടർ ഹിമന്ത്രാവു ബവാസ്കർ, അദ്ദേഹം പത്മശ്രീ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിലാണ് PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത ഗോതമ്പിൽ സെലീനിയം ഉണ്ടായിരുന്നു കൂടുതലായിട്ട്. സെലീനിയം നമുക്ക് ചെറിയ അളവിൽ ശരീരത്തിന് ആവശ്യമുണ്ട്, പക്ഷെ വലിയ അളവിലായി കഴിഞ്ഞാൽ അത് വിഷമാണ്. അനുവദിച്ചതിൽ നിന്ന്, അതായത് ശരീരത്തിൽ നമുക്ക് അനുവദനീയമായതിൽ നിന്ന് 600 ഇരട്ടി ഇവരെടുത്ത സാമ്പിളുകളിൽ സെലീനിയം കാണുന്നുണ്ട്. അപ്പോൾ അതാണ് എന്നുള്ള ബലമായ സംശയമുണ്ട്. പിന്നെ പനി, തലവേദന, ഛർദി ഒക്കെ ഇവർക്ക് വരുന്നുണ്ട്. 35 മുതൽ 150 ഇരട്ടി വരെ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും കിട്ടിയ ഗോതമ്പിൽ സെലീനിയം കൂടുതലുണ്ട്. അനുവദനീയമായ അളവിൽ നിന്ന് 35 മുതൽ 150 ഇരട്ടി വരെ ഉണ്ട്. ഇത് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് ഗോതമ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ രക്തം, മൂത്രം, മുടി ഇതൊക്കെ പരിശോധിച്ചു. സിങ്ക് ശരീരത്തിൽ വേണ്ടതിനേക്കാൾ അതിൻ്റെ അളവ് കുറവാണ് ഇവരിൽ നിന്ന് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ കഷണ്ടി ബാധിച്ചവരിൽ. അപ്പോൾ ICMR ശാസ്ത്രജ്ഞന്മാർ ഈ സെലീനിയമാണെന്ന് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ മുടി പോകുന്നതല്ലാതെ പൊതുലക്ഷണങ്ങളില്ല എന്നാണ് അവർ കാരണമായിട്ട് പറയുന്നത്. ICMR ഇവർക്കെല്ലാവർക്കും മുടി പോകുന്നുണ്ട്, അതല്ലാതെ വേറെ പൊതുലക്ഷണങ്ങൾ അവരിൽ കാണുന്നില്ല. വളരുന്നുമുണ്ട്. അപ്പോൾ സെലീനിയം എന്ന് കാരണം പോവുകയാണല്ലോ വേണ്ടേ, പിന്നെ വളരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവർ ഉയർത്തുന്നു. പിന്നെ ഒരുപാട് ഈ ഊരുവിലക്കുകൾ ഈ കഷണ്ടിക്കാർക്ക് വന്നിട്ടുണ്ട്. ബാർബർ ഷാപ്പിൽ ഇവർക്ക് മുടി വെട്ടി കൊടുക്കുന്നില്ല, കാരണം അത് അവരുടെ ആയുധങ്ങൾ വേറെ ആളുകളിലും പ്രയോഗിക്കുമല്ലോ. അപ്പൊ അവർക്ക് പകരുവോ പേടിയായി, അതെന്ന് പേടി കൊണ്ട് ഇവരെ അത്തരം സ്ഥലങ്ങളിൽ ചടങ്ങുകളിലൊന്നും പങ്കെടുപ്പിക്കില്ല. 11 പേര്. അപ്പൊ ഇങ്ങനെ ഊരുവിലക്ക് നേരിട്ട് കഴിഞ്ഞപ്പോൾ 11 യുവാക്കള് തല മുണ്ടനം ചെയ്ത് ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ സമൂഹത്തിൽ നിന്ന് ഇവരെ ഒറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കഥകളും ഒക്കെ പറയുന്നുണ്ട്. ഭദ്രകാളിയെ ശിവൻ മുടിയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്, നമ്മുടെ പുരാണങ്ങളിൽ മുടിക്ക് പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ അത് വരും പോവും, പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മധൈര്യം കൊടുക്കുന്ന പരിപാടികളും ഒക്കെ ഈ 18 ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സാറ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു രോഗബാധയാണെങ്കിൽ, ഈ പറയുന്ന പോലെ ഗോതമ്പിൽ നിന്നോ മറ്റോ ആണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ബാക്കി ലോഡുകൾ മറ്റുള്ള സ്റ്റേറ്റിലേക്കോ മറ്റു ഭാഗത്തേക്കോ പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞില്ലെങ്കിൽ ഇത് വീണ്ടും ദൂരവ്യാപകമായ പ്രത്യേകത. ഇത് വേറെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. വേറെ സ്ഥലങ്ങളിൽ അങ്ങനെ വന്നതായി അറിയില്ല. എന്തായാലും ഇതൊരു ഗോഡൗണിൽ നിന്ന് പോകുന്നതായിരിക്കും. അതെ, പഞ്ചാബ്, ഹരിയാന. ചിലപ്പോൾ FCIയുടെ പേരൊന്നും ഇതിൻ്റെ അകത്തില്ല, ഏത് ഗോഡൗൺ ആണെന്നൊന്നുമില്ല. അപ്പോൾ ഗോഡൗണുകളിൽ നിന്ന് ഇങ്ങോട്ട് പോയതിൽ മാത്രമാണോ, അല്ലേ, മഹാരാഷ്ട്രയിലേക്ക് വന്നതിൽ മാത്രമാണോ, മഹാരാഷ്ട്രയിലേക്കുള്ള ലോഡുകളിൽ മാത്രമാണോ എന്നുള്ള സംശയം. ഇപ്പോൾ ജനുവരി എന്ന് പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. സമയമാകുന്നതേ ഉള്ളൂ, അങ്ങനെ വരാം. അപ്പോൾ അതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടക്കുന്നു. ഒരു ഗ്രാമം കഷണ്ടി ആയിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്തായാലും വ്യക്തമാവുമായിരിക്കും. സാർ, ഇപ്പോൾ ഈ കുട്ടികൾക്ക്, ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഉൾപ്പെടെ ഈ മുടി കൊഴിച്ചിലുണ്ട്. ഇത് സ്ത്രീകളിലേക്കും വരുന്നു. അപ്പോൾ ഒരു കാരണവശാലും മറ്റ് ബാഹ്യ ഫലങ്ങൾ കൊണ്ടല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇത്രയും നാൾ പരിശോധിച്ചിട്ട് എന്തായിരിക്കും അതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നത്? മീൻസ് ഇതാണ് കാരണമെന്നൊരു തിരിച്ചറിവുണ്ടായാലേ നമുക്ക് പരിഹരിക്കാൻ. ആകെ ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ സെലീനിയം എന്നുള്ളതാണ്. അപ്പോൾ ഗോതമ്പും എടുത്ത് പരിശോധിച്ച് കാണണമല്ലോ.
കാരണം 35 മുതൽ 150 ഇരട്ടി ഉം. ഇതിൻ്റെ അകത്ത് സെലീനിയം അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ട് ആ ഗോതമ്പും കൂടി പരിശോധന വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ICMR അത് ഇതുവരെ സമ്മതിക്കുന്നില്ലല്ലോ. കാരണം ഇതല്ലാതെ പൊതുലക്ഷണങ്ങൾ ഇവരിൽ കാണുന്നില്ല, മുടി കൊഴിച്ചിലല്ലാതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.